ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അമാ ബഅദ്. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹിലത്തി അദ്രികനി. വിശുദ്ധ ഇസ്ലാമിൽ നിയാമക ശക്തി എന്ന് പറയുന്നത് ഇസ്ലാമിലെ നിയമങ്ങൾ സ്ഥിരപ്പെടുത്തുന്നത് അള്ളാഹുവും റസൂലുമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു വിഷയത്തിൽ ഒരു തീർപ്പ് കൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ അഭിപ്രായം പറയാൻ വിശ്വാസികൾക്ക് വകുപ്പില്ല. മുത്തറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതൊക്കെയും അച്ചട്ടായിട്ട് വിശ്വസിക്കുകയും ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് മുസ്ലിമായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജന്മദൗത്യം. അവിടെ പിന്നെ അത് ശരിയായില്ല, ഇത് ശരിയായില്ല, കാലഘട്ടത്തിന് അനുഗുണമല്ല എന്നൊക്കെ പറഞ്ഞ് ന്യായീകരണം ചമക്കുന്നവർ മുസ്ലിങ്ങളേ അല്ല, അവരെ കാഫറുകളെന്നാണ് മുസ്ലിം പണ്ഡിത ലോകം രേഖപ്പെടുത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഈമാൻ എന്ന് പറഞ്ഞാൽ തന്നെ അതാണല്ലോ, അത്തസ്ദീഖു ബിമാ ജാഅ ബിഹി സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നതൊക്കെയും മുഴുക്കയും സർവാത്മന സ്വീകരിച്ച് വിശ്വസിക്കുക, അതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. അതിനെയാണ്, അങ്ങനെ വിശ്വസിക്കുന്നവരെയാണ് മുസ്ലിം എന്ന് പറയുന്നത്, മുഅ്മിൻ എന്ന് പറയുന്നത്. അതേസമയം അനിൽ മേനോൻ എന്ന് പറയുന്ന ആ തെക്ക് ഭാഗത്തൊക്കെയുള്ള ഒരു യൂട്യൂബർ, ഈ അനിൽ മേനോൻ വാസ്തവത്തിൽ മുസ്ലിമാണ് എന്ന് പലരും ധരിച്ചു വച്ചിരുന്നു. ഞാൻ പണ്ടേ പറയുന്നുണ്ട് അവൻ മുസ്ലിം അല്ല, അവൻ പച്ചക്കാഫറാണ് എന്ന്. അത് വ്യക്തമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. ഇപ്പോൾ അത് മാലോകർക്കൊക്കെയും ബോധ്യപ്പെടുത്തുമാറെന്നോണം അവൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഞാനെന്നല്ല 1-ാം നമ്പർ കാഫറാണ്, നിങ്ങളാരും എന്നെ മുസ്ലിമായിട്ട് തെറ്റിദ്ധരിക്കരുതേ എന്ന്. അങ്ങനെ ഞാൻ കാഫറാണ് എന്ന് വിളിച്ചു പറയുന്ന അനിൽ മേനോൻ എന്ന ഭൂലോക തെണ്ടിക്കുള്ള മറുപടിയാണ് ഇന്നെൻ്റെ ലൈവ്. അവനങ്ങനെ പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ, ഇവനെ തെണ്ടി എന്നല്ല, അതിനപ്പുറം മറ്റു വല്ല വാക്കുകളുണ്ടെങ്കിൽ അതാ വിളിക്കേണ്ടത്. കാരണം നമ്മുടെ എല്ലാം കരളിൻ്റെ കഷ്ണമായ, നമുക്കൊക്കെ ഏറ്റവും ഇഷ്ടം നമ്മുടെ മാതാപിതാക്കളെക്കാൾ, നമ്മുടെ സ്വന്തത്തേക്കാൾ, നമ്മുടെ മക്കളേക്കാൾ, നമ്മുടെ ബന്ധുമിത്രാദികളെക്കാൾ ഒക്കെ ഒരു മുസ്ലിമെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടം ആരെയാണ്? യാതൊരു സംശയവുമില്ല, അത് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അതുകൊണ്ട് മുത്തുനബി നമ്മളെപ്പോലെയുള്ള ഒരു സാധാരണ മനുഷ്യനാണ് എന്ന പരികൽപ്പനയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി, മുജാഹിദ്, തബ്ലീഗ്, അനിൽ മേനോനെ പോലെയുള്ള ഇസ്ലാമിലെ ന്യൂനപക്ഷമായ കാഫറുകൾ, ഇസ്ലാമിക പേരിൽ നടക്കുന്ന കാഫറുകൾ, ഇവർക്കൊന്നും മുത്തുനബിയുടെ മഹാത്മ്യം ഉൾക്കൊള്ളാൻ കഴിയില്ല. പണ്ട് അബൂജഹലും അബൂലഹബും ഒക്കെ പറഞ്ഞല്ലോ, മാലിഹാദ റസൂലി യഅ്കുലു ത്വാമി വയംശി ഫിൽ അസ്വാഖി. ഈ പ്രവാചകൻ എന്തു പറ്റി? അങ്ങാടിയിലൂടെ നടക്കുന്നല്ലോ, ചന്തയിലൂടെ നടക്കുന്നല്ലോ, നമ്മളെപ്പോലെ ഭക്ഷണം കഴിക്കുന്നല്ലോ, നമ്മളെപ്പോലെ മനുഷ്യൻ മാത്രമല്ലേ എന്നൊക്കെ മുത്തറസൂലുള്ളാഹിനെക്കുറിച്ച് അപവാദം പറഞ്ഞിരുന്ന അന്നത്തെ മക്ക മുശ്രിക്കുകൾ, അവരുടെ മച്ചുനന്മാരായ ആളുകളാണ് ഇവരൊക്കെ. അതിൽപ്പെട്ട ഒരു കഥാപാത്രമാണ് ഈ അനിൽ മേനോൻ എന്ന് പറയുന്ന ഭൂലോകദണ്ഡി. ഇപ്പോൾ ഈ അടുത്ത് നമ്മുടെ കേരളത്തിൽ ഒരു പണ്ഡിതൻ പ്രസംഗിച്ചു. എന്താണ് പ്രസംഗിച്ചത്? മുത്തറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി പ്രത്യേകതകൾ, ഖുസൂസിയത്തുകൾ എന്നാണ് നമ്മുടെ പണ്ഡിതന്മാർ അതേക്കുറിച്ച് പറയുന്നത്. ഖുസൂസിയത്തുകൾ, പ്രത്യേകതകളുണ്ട് പല വിഷയങ്ങളിലും. ഇപ്പോൾ വിവാഹ സംബന്ധമായി മുത്തറസൂലുള്ളാഹി തങ്ങൾ, നമ്മുടെ നിയമമാണ് മുത്തറസൂലുള്ളാഹിക്കുള്ളത്, നമുക്ക് പരമാവധി കഴിക്കാവുന്ന വിവാഹം എത്രയാണ്, ആ നിയമമാണ് മുത്തറസൂലുള്ളാഹിക്കുള്ളത് അല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പല വിഷയങ്ങളിലും പല മേഖലകളിലും മുത്തറസൂലുള്ളാഹിക്ക് അള്ളാഹു പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട്. അത് വിശ്വസിക്കൽ മുസ്ലിമിൻ്റെ ബാധ്യതയാണ്. അതിനെ ചെറ്റത്തരമെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാൽ ക്ഷണം വിന അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, അവൻ മുസ്ലിം അല്ല, അവനെ കാഫർ എന്നാണ് അഭിസംബോധന ചെയ്യുക. ഒരു സംശയവും അതിൽ വേണ്ട. അപ്പോൾ ഈ അടുത്ത് കേരളത്തിലൊരു മുസ്ലിം മതപണ്ഡിതൻ അദ്ദേഹം പ്രസംഗിക്കുകയാണ്. എന്താണ് അദ്ദേഹം പ്രസംഗിച്ചത്?
അള്ളാഹുവിൻ്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മുസ്ലിം സ്ത്രീയോട്, വിവാഹിതയായ മുസ്ലിം സ്ത്രീയോട് പറയുന്നു, നിന്നെ എനിക്ക് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് മുത്ത് റസൂലുള്ളാഹിയുടെ ക്ഷണം, വിവാഹ ക്ഷണം സ്വീകരിക്കൽ നിർബന്ധമാണ്. ആ സ്ത്രീ വിവാഹം കഴിച്ചിരിക്കുന്ന പുരുഷന്, ഭർത്താവിന് ആ സ്ത്രീയെ വിവാഹമോചനം ചെയ്യൽ, ത്വലാഖ് ചെയ്യലും നിർബന്ധമാണ് എന്ന നിയമം ഇസ്ലാമിലുള്ള നിയമമാണ്. അത് ഈമാനിന്റെ ഭാഗമാണ്. അത് അംഗീകരിച്ചേ പറ്റൂ. അത് അംഗീകരിക്കുന്നവനെയാണ് മുസ്ലിം എന്ന് പറയുന്നത്. അത് നിഷേധിക്കുന്നവനെ മുസ്ലിം എന്ന് പറയത്തില്ല. അവനെ പറയുന്നത് കാഫിർ എന്നാകുന്നു, അവിശ്വാസി എന്നാകുന്നു അവനെ പറയുക. ഈ നിയമം ഒരു മുസ്ലിം പണ്ഡിതൻ പറഞ്ഞപ്പോൾ അതിനർത്ഥം മുത്ത് റസൂലുള്ള അങ്ങനെ സ്ത്രീകളെ കാംക്ഷിക്കുന്നയാളാണ് എന്നല്ല. മറിച്ച് അള്ളാഹുവിൻ്റെ നിയമം പഠിപ്പിക്കുകയാണ്. മുത്ത് റസൂലുള്ളാഹിയുമായുള്ള നമ്മുടെ ബന്ധം, ഇടപിരിയാത്ത ബന്ധം, ആ ബന്ധത്തിൻ്റെ തീക്ഷ്ണത, അതിൻ്റെ വിശാലത, അതിൻ്റെ ഗാഢത, അതിൻ്റെ ആഴം നമ്മെ പഠിപ്പിക്കുന്ന വിശുദ്ധമായ ആ പാഠമാണ്. വിശുദ്ധ ഖുർആൻ ഉത്ബോധിപ്പിച്ച പാഠമാണ്. ആ പാഠം നമ്മെ തെര്യപ്പെടുത്തുകയാണ് ആ പണ്ഡിതൻ. അത് നിരവധി മഹാന്മാർ പറഞ്ഞ നിയമങ്ങളാണ്. ആ നിയമത്തിൻ്റെ എല്ലാം മൂലാധാരം എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനും ഹദീസുമാണ്. ആ വിശുദ്ധ ഖുർആനിനെയാണ് ഈ അനിൽ മേനോൻ എന്ന് പറയുന്ന ഭൂലോകദണ്ഡി, ചെറ്റ, ഊള അവൻ വെല്ലുവിളിച്ചത്. ഞാൻ അവനെ വെല്ലുവിളിക്കുന്നു. അനിൽ മേനോൻ അടക്കമുള്ള ഏതെങ്കിലും ഊടായ്പകൾക്ക്, ഊളകൾക്ക് ഈ നിയമം ഇസ്ലാമിലുള്ളതല്ല എന്ന് വാദമുണ്ടെങ്കിൽ വെല്ലുവിളിക്കുന്നു ഞാൻ ലൈവായിട്ട്. നമുക്കൊന്ന് ചർച്ച ചെയ്യാം, നമുക്ക് ആ നിയമം ഒന്ന് പരിശോധിക്കാം. ആണത്തമുള്ളവരുണ്ടോടാ, പിടുക്കുള്ളവരുണ്ടോടാ നിന്റെയൊക്കെ കൂട്ടത്തിൽ? വെല്ലുവിളിയാണ്. വിശുദ്ധ ഇസ്ലാമിന്റെ നിയമത്തെയാണ് ഇവരൊക്കെ പരിഹസിക്കുന്നത്. ദക്കർ എന്ന് പറയുന്ന സാധനം നിനക്കുണ്ടോ അനിൽ മേനോനെ? പിടുക്കെന്ന് പറയുന്ന സാധനം നിനക്കുണ്ടോ? ഉണ്ടെങ്കിൽ വെല്ലുവിളി സ്വീകരിക്കടാ, എന്നിട്ട് വാ ലൈവിൽ ചർച്ച ചെയ്യാൻ. മതം പറയുന്ന മതപണ്ഡിതന്മാരെ തേജോവധം ചെയ്യാൻ നീ ആരാണടാ അനിൽ മേനോനെ? കള്ളക്കാഫിറെ. അവൻ പറയുന്നത് കേട്ടോ. ഹബീബായ തങ്ങള് ആവശ്യപ്പെട്ടാൽ നിക്കാഹിന് നിന്നുകൊടുക്കൽ ആ പെണ്ണിന് നിർബന്ധം. ആ പെണ്ണിനെ മറ്റൊരാള് പെൺകെട്ട് പറയൽ പോലും ഹറാമാണ്. പറ്റില്ല. നമ്മളൊരു പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ച് വേറെ ആൾ വന്ന് ആ പെണ്ണിന് ഓനസ്റ്റായ പെണ്ണങ്ങ് പോയി പോകും. എന്നാൽ ഹബീബായ തങ്ങൾ ആഗ്രഹിച്ച പെണ്ണിനെ എന്ന് പറഞ്ഞാൽ അതിന്റെ സാധ്യത പറയാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്കിൽ അത്രയും നിർബന്ധമാണ്. വേറൊരാൾക്ക് ആ പെണ്ണിനെ കെട്ടാൻ തീരുമാനിക്കാൻ പോലും പാടില്ല. കെട്ടൽ പിന്നല്ലേ. മാത്രല്ല കേട്ടോ, യജിബു അലാ സൗജിഹാ ത്വലാഖുഹാ. ഒരു ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ പോവാ. അപ്പൊ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓളാടന്നോട്ടെ. ഹബീബായ തങ്ങൾ കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ഭർത്താവ് ത്വലാഖ് ചൊല്ലൽ നിർബന്ധമാണ്. ത്വലാഖ് അപ്പ ചൊല്ലിക്കൊള്ളും. നല്ല ഒന്നാമല ശരീഅത്ത്. ഒരു നിക്കാഹിന്റെ വിഷയത്താൽ തന്നെ എത്ര പറയാണ്ട്. വിവരദോഷവും അറിവുകേടും തന്റെ ഉള്ളിലുള്ള വിഭൂതികളോ ഇഷ്ടങ്ങളോ ആഗ്രഹങ്ങളോ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയും എന്തെങ്കിലും തരത്തിലുള്ള തെമ്മാടിത്തരങ്ങളും തോന്നിയാസങ്ങളും പ്രവാചകന്റെ മേൽ കെട്ടിവെച്ച് ജീവിക്കാൻ ഇവൻ പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള തെമ്മാടിത്തരമാണ് എന്നാണ്. വിശുദ്ധ ഖുർആൻ തെമ്മാടിത്തരം പറയുന്ന ഗ്രന്ഥമാണോ അനിൽ മേനോനെ? വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണത്. വിശുദ്ധ ഹദീസിന്റെ അധ്യാപനമാണത്. ഖുർആനും ഹദീസും മതത്തിന്റെ ശാരിയുകളാണവർ. മതപ്രമാണങ്ങൾ സ്ഥിരപ്പെടുത്തേണ്ടത് അവരാണ് പറഞ്ഞിട്ടുള്ളത്. എന്ത്? അത് ഇസ്ലാമിന്റെ നിയമമാണ്. ഒരു പെണ്ണിനെ അള്ളാഹുവിന്റെ റസൂൽ കാംക്ഷിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരവുമായിരിക്കും. അവിടെ നിന്നൊന്നും പറയില്ലല്ലോ, ഇൻഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അള്ളാഹുവിന്റെ വഹിയുടെ അടിസ്ഥാനത്തിലല്ലാതെ മുത്ത് റസൂലുള്ള എന്താണ് മൊഴിയാറുള്ളത്? അങ്ങനെ മുത്ത് റസൂലുള്ള പറഞ്ഞാൽ, കാംക്ഷിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീ ആ മുത്ത് റസൂലുള്ളയുടെ ക്ഷണം സ്വീകരിക്കൽ അവർക്ക് നിർബന്ധമാണ്. ഇജാബത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അതുപോലെ അവർ വിവാഹിതയായ മുതസവ്വജായ പെണ്ണാണെങ്കിൽ, വിവാഹിതയായിട്ടുള്ള സ്ത്രീയാണെങ്കിൽ ഭർത്താവിന് അവരെ ത്വലാഖ് ചൊല്ലലും നിർബന്ധമാണ്. കാരണം മുസ്ലിങ്ങളും വിശ്വാസികളും മുത്ത് റസൂലുള്ളയും തമ്മിലുള്ള ബന്ധം അത്രമേൽ ഗാഢമാണ്, ആഴങ്ങളില്ലാത്തതാണ്. ഇസ്ലാമും മുസ്ലിങ്ങളും എന്താണെന്നറിയാത്ത, വിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമങ്ങൾ അറിയാത്ത, മുത്ത് റസൂലുള്ളാഹിന്റെ ഹുബ്ബ് എന്താണെന്നറിയാത്ത നിന്നെ പോലെയുള്ള നാലാംകിടകൾ തെണ്ടിത്തരം എന്ന് പറഞ്ഞാൽ തെണ്ടിത്തരമാകുന്നത് അല്ലടാ അനിൽ മേനോനെ വിശുദ്ധ ഖുർആനും ഹദീസും ഒക്കെ. നീ എന്താ വിചാരിച്ചത്? ഇസ്ലാമിന്റെ നിയമങ്ങളെ മുസ്ലിം പേരിൽ വന്ന് കാഫിറായി നിനക്ക് എന്തും പറയാമെന്നോ അവമതിക്കാമെന്നോ? അത്രക്ക് തണ്ടും അഹങ്കാരമാണ് നിനക്ക് ഉള്ളതെങ്കിൽ വെല്ലുവിളിക്കുന്നു. ഞാൻ ലൈവായിട്ട് വെല്ലുവിളിക്കുന്നു. നിനക്ക് ധൈര്യമുണ്ടോ ഇതുപോലെ ലൈവിൽ വന്നുകൊണ്ട് ഞാൻ പ്രമാണങ്ങൾ കാണിച്ചു തരും? ആ പ്രമാണങ്ങളെ നേരിടാനുള്ള ആണത്വം നിനക്കുണ്ടോടാ അനിൽ മേനോനെ? എന്നാ നീ കേട്ടോ, തെളിവുകൾ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, വിശുദ്ധ ഖുർആനിന്റെ
അടിസ്ഥാനം നസ്സാണത്. നോക്കൂ, ഇമാം ഖുർത്തുബി റഹിമഹുല്ല അതിപ്രശസ്തനായ ഭുവനപ്രശസ്തനായ എക്സജസിസ്റ്റാണ്, ഇസ്ലാമിൻ്റെ വിശുദ്ധ ഖുർആനിൻ്റെ മുഫസ്സിറാണ്. സൂറത്തുൽ അഹ്സാബ്, നിനക്ക് ഖുർആനിൽ വിശ്വാസമുണ്ടോടാ അനിൽ മേനോനെ? സൂറത്തുൽ അഹ്സാബ് 50-ാമത്തെ സൂക്തം വിശദീകരിച്ചുകൊണ്ട് മഹാൻ പറയുന്നു, ഇദാ വഖഅ ബസ്റുഹു അലാ ഇംറഅത്തിൻ, ഒരു സ്ത്രീയെ റസൂലുള്ളാഹി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, കാംക്ഷിച്ചു കഴിഞ്ഞാൽ, വജബ അലാ സൗജിഹാ ത്വലാഖുഹാ, ആ പെണ്ണ് വിവാഹിതയാണെങ്കിൽ, മുതസവ്വിജാണെങ്കിൽ, കേട്ടോടാ അനിൽ മേനോനെ, അനിൽ മേനോന് കഞ്ഞി വെച്ച് കൊടുക്കുന്ന മറ്റ് കള്ളന്മാരോടുമാണ് പറയുന്നത്. അനിൽ മേനോൻ ഇത് പറഞ്ഞപ്പോൾ അതൊക്കെ ഈ പണ്ഡിതന്റെ ക്ലിപ്പ് വെച്ചിട്ട് അത് പ്രചരിപ്പിക്കാനും അയാളെ മോശപ്പെടുത്താനും ഈ സമുദായത്തിലെ ചില എട്ടുകാലി മമ്മുഞ്ഞുമാരും ചില ദല്ലാൾ പണി ഏറ്റെടുത്തിട്ടുള്ളവരും ഉണ്ടായിരുന്നല്ലോ പ്രചരിപ്പിക്കാൻ. അവരോടുകൂടി, ആ കള്ളന്മാരോടുകൂടിയാണ് ഞാൻ പറയുന്നത്. കേട്ടോ, വിശുദ്ധ ഖുർആനാണ് പറയുന്നത്, വിശുദ്ധ ഖുർആനിന്റെ നിയമമാണത്. ആ നിയമത്തെ വെല്ലുവിളിക്കാൻ ആര് വന്നാലും അവനെ പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്ന പാരമ്പര്യമാണ് മുസ്ലിങ്ങൾക്കുള്ളത്. 10 പൈസയുടെ വില അവനെ കഞ്ഞി വെച്ച് കൊടുക്കുന്നവർക്കോ ഈ മുസ്ലിം സമുദായം വെച്ച് കൽപ്പിച്ചു കൊടുക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടരുന്നു. ഇദാ വഖഅ ബസ്റുഹു അലാ ഇംറഅത്തിൻ വജബ അലാ സൗജിഹാ ത്വലാഖുഹാ വഹല്ല ലഹു നികാഹുഹാ. കണ്ടോ, ഖുർആന്റെ നിയമമാണത്. സൂറത്തുൽ അഹ്സാബ് 50-ാമത്തെ സൂക്തം വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി റഹിമഹുല്ല ജാമിഉ ഹക്കാമിൽ ഖുർആൻ എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായ വിസ്തൃതമായിട്ടുള്ള തഫ്സീറിൽ പറയുന്നു, അങ്ങനെ ഒരു പെണ്ണിനെ കാംക്ഷിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണിന്റെ ഭർത്താവിന് അവളെ ത്വലാഖ് ചൊല്ലൽ നിർബന്ധമാണ്. വഹല്ല ലഹു നികാഹുഹാ, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ സ്ത്രീയെ വിവാഹം കഴിക്കുകയും ആകാം. അത് ഹലാലാണ് മതത്തിൽ, അത് അള്ളാഹുവിൻ്റെ നിയമമാണ്. അള്ളാഹുവിൻ്റെ നിയമമാണത്. നമുക്കറിയാമല്ലോ സെയ്ദ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ നിയമം. സെയ്ദ് റളിയല്ലാഹു അൻഹു മുത്ത് റസൂലുള്ളാഹിന്റെ ദത്തുപുത്രനായിരുന്നു. ദത്തുപുത്രന്മാർ സ്വന്തം പുത്രന്മാരാണെന്നുള്ള ഒരു പാഗൻ കാഴ്ചപ്പാട് പണ്ടുണ്ടായിരുന്നു. മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം, അതിനെ ഉല്ലംഘിച്ചുകൊണ്ട് ദത്തുപുത്രന്മാർ സ്വന്തം പുത്രന്മാരല്ല എന്ന നിയമം ഇസ്ലാം നടപ്പിലാക്കി. ആ ദത്തുപുത്രനായ സെയ്ദ് റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ച മഹദി സൈനബ ബീവി ഉമ്മ റളിയല്ലാഹു അൻഹ ആയിരുന്നല്ലോ. അങ്ങനെ അള്ളാഹുവിൻ്റെ വഹി വന്നു, നിയമം വന്നു. എന്താണ്? സൈനബ ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം ത്വലാഖ് ചൊല്ലാൻ അള്ളാഹു ആവശ്യപ്പെടുന്നു. അങ്ങനെ സെയ്ദ് റളിയല്ലാഹു അൻഹു ത്വലാഖ് ചൊല്ലുന്നു. ആ മഹദിയെ പിന്നീട് റസൂലുള്ളാഹി നിക്കാഹ് കഴിക്കുന്നു. എന്ത് പറയാനുണ്ട് അനിൽ മേനോൻ അടക്കമുള്ള കാഫിറുകൾക്ക് ഇതിനെക്കുറിച്ച്? നീയൊക്കെ മുസ്ലിമാണെന്ന് കപട വസ്ത്രം ധരിച്ചുകൊണ്ട്, കപട ന്യായം എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നുണ്ടല്ലോ. ഈ നിയമത്തെക്കുറിച്ച് നിനക്കെന്ത് പറയാനുണ്ട്? കേൾക്കട്ടെ കേരളീയർ, പറയൂ. സെയ്ദ് റളിയല്ലാഹു അൻഹുവും സൈനബ ബീവിയും തമ്മിലുള്ള ബന്ധം, ശേഷം അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഭവ വികാസങ്ങൾ, പിന്നീട് സൈനബ ബീവി ഉമ്മയെ മുത്ത് റസൂൽ വിവാഹം കഴിക്കുന്നു. എന്ത് പറയാനുണ്ട് നിനക്ക്? തീർന്നിട്ടില്ല. നമുക്കറിയാം ആരാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹു. ഈ അനിൽ മേനോനെ കച്ച കെട്ടി അയക്കുന്ന സകല മുബത്തദികളും അംഗീകരിക്കുന്ന മഹാനാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹു. അവിടുത്തെ റൗദത്തു ത്വാലിബി എന്ന് പറയുന്ന വിശ്വവിഖ്യാത ഗ്രന്ഥം. ഇവനോടൊക്കെ എന്തു പറയാനാണ്? ഇവനൊക്കെ ചാത്തപ്പനെന്ത് മാഷറ എന്ന് പറഞ്ഞതുപോലെ. നിനക്ക് ആരാണ് ഇമാം നബവി എന്നറിയുമോ? റളിയല്ലാഹു അൻഹു ഹുജ്ജത്ത് സ്ഥാനം കരസ്ഥമാക്കിയ മഹാനാണ്. അവിടുന്ന് പറഞ്ഞു, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്ത് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്, ലൗ റഗബ ഫീ നിക്കാഹി ഇംറഅത്തിൻ, ഒരു പെണ്ണിനെ മുത്ത് റസൂലുള്ളാഹി വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഫഇൻ കാനത്ത് ഖലിയ, അവൾ ഖലിയായ പെണ്ണാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാത്ത പെണ്ണാണെങ്കിൽ അല്ലെങ്കിൽ വിധവയാണെങ്കിൽ, ലസിമുഹൽ ഇജാബ അല സ്വഹീഹ്, ആ പെണ്ണിന് മുത്ത് റസൂലുള്ളാഹിയുടെ ആ കാംക്ഷക്ക് ഇജാബത്ത് കൊടുക്കൽ, അവിടുത്തെ റിക്വസ്റ്റിന് ഇജാബത്ത് കൊടുക്കൽ നിർബന്ധമാണ്. വയഹ്റമു അലാ ഗൈരിഹി ഖുത്ബത്തുഹ, ആ പെണ്ണിനെ മറ്റൊരു പുരുഷന് വിവാഹം ആലോചിക്കലും എൻഗേജ്മെൻറ്റ് മഖ്തൂബ, എൻഗേജ്മെൻറ്റിലേക്ക് ഏർപ്പെടലും ഹറാമാണ്. വൈങ്കാനത്ത് മുസവ്വജത്തൻ, ഇനി ആ പെണ്ണ് വിവാഹിതയാണെങ്കിലോ വജബ അലാ സൗജിഹാ ത്വലാഖുഹാ ലിയൻകിഹുഹാ അല സ്വഹീഹ്, ആ പെണ്ണ് വിവാഹിതയാണെങ്കിൽ ആ പെണ്ണിനെ ത്വലാഖ് ചൊല്ലണം, ആ പെണ്ണിൻ്റെ സൗജ് ഭർത്താവ്. എന്നിട്ട് ആ പെണ്ണ് പിന്നീട്
മുത്തു റസൂലുള്ളാഹിക്ക് ആ പെണ്ണിനെ വിവാഹം കഴിക്കൽ മതത്തിൽ ഹലാലുമാണ്. ആരാ പറയുന്നത്? ഇമാമുന നവവി റളിയല്ലാഹു അൻഹു. നീ എന്താ പറഞ്ഞത്? ചെറ്റത്തരം, തെണ്ടിത്തരം എന്നല്ലേ? എന്തൊക്കെ വഷളത്തരമാണ് അവൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ആഗ്രഹിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ ശരിയായ തെണ്ടികളിൽ ഒരാളാണ് നൗഷാദ് എന്ന തലേക്കെട്ടുകാരൻ. അതിൻ്റെ വ്യത്യസ്ത ഡിഗ്രിയിലുള്ള ഭൂലോക തെണ്ടി നീയാണ്. അയാൾ മതമാണ് പറഞ്ഞത്. നൗഷാദ് ഹസനി, നീ മതത്തിനെതിരെയാണ് ബില്ല് കുളച്ചിട്ടുള്ളത്. അനിൽ മേനോനെ, നിന്നെപ്പോൾ ഒരു ഊള ഇന്ന് ഈ കേരളത്തിൽ ഉണ്ടാവുകയില്ല. പലരുണ്ട്. പക്ഷേ ആ ഡിഗ്രിയിലെ വളരെ പ്രഥമ സ്ഥാനം അർഹിക്കുന്ന ഒരാളാണ് നൗഷാദ് എന്ന് വിളിക്കുന്ന ഈ വേഷഭൂഷകൾ കൊണ്ട് ഇസ്ലാമിൻ്റെയും മതത്തിൻ്റെയും എന്തൊക്കെയോ ആണെന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ശുദ്ധ വിവരദോഷിയും പരമതണ്ടിയുമായ ഒരാൾ. നൗഷാദിനോട് പറയാനുള്ളത്, പെണ്ണിനെ ഹബീബായ തങ്ങൾ ശുദ്ധ വിവരദോഷിയും പരമതണ്ടിയുമായ ഒരാൾ. നൗഷാദിനോട് പറയാനുള്ളത്, നീ മറ്റേതെങ്കിലും പണിക്ക് പോയി ജീവിക്കാൻ ശ്രമിക്കണം. നിന്നോട് ഞങ്ങൾക്ക് പറയാനുള്ള എന്താ അറിയുമോ? പോയി ചെരക്കാൻ പോടാന്ന് നിന്നോടും പറയാനുള്ളത്. വല്ല ഹല്ലാക്കിലും പോയി ചെരക്കാൻ പോ, നിനക്ക് അതേ പറ്റൂ. മതം പറയാൻ നീ വളർന്നിട്ടില്ല, നീ ആളായിട്ടില്ല മതം പറയാൻ. അത് പറയാൻ നീ ആളായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയല്ല നീ പറയുക. വിശുദ്ധ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെയാണ് നീ പുച്ഛിച്ചു അഗണ്യകോടിയിലേക്ക് തള്ളിയത്. അതുകൊണ്ട് മോനെ അനിൽ മേനോനെ, പോയി ചരച്ചിട്ട് വാ കേട്ടോ. ഇനി എന്താണ്? ഇനി നമുക്ക് കാണാം. അതാ നവവി ഇമാമ് പഠിപ്പിച്ചു. അങ്ങനെ ധാരാളം മഹാന്മാർ, ഇമാം അല്ലാമ നൈസാബൂരി റളിയല്ലാഹു അൻഹു അവിടുത്തെ വിശ്വവിഖ്യാതമായ ഗ്രന്ഥത്തിലും അത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഷാഫി ഫിഖ്ഹിലെ നിരവധി ഗ്രന്ഥങ്ങളിൽ നമുക്കത് കാണാം. നിഹായിൽ കാണാം, മുഗ്നി അടക്കമുള്ള നിരവധി ഗ്രന്ഥങ്ങളിൽ നമുക്കത് കാണാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എല്ലാ തെളിവുകളും ഇപ്പോൾ സമയദൈർഘ്യം ഭയന്നുകൊണ്ട് പറയുന്നില്ല. ഷറഫുൽ മുസ്തഫ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അല്ലാമ നൈസാബൂരി റളിയല്ലാഹു അൻഹു വിശ്വവിഖ്യാതനായ മുഫസ്സിറാണ്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിഹായിൽ മഹാനായ സുലൈമാനുൽ ജമൽ റളിയല്ലാഹു അൻഹു അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേ നിയമം കണ്ടോ. വഇൻ ദഖല ബിഹാ വതജിബു ഇജാബത്തുഹു അല ഇംറഅത്തിൻ റഗിബ ഫീഹാ വഅലാ സൗജിഹാ ത്വലാഖുഹാ. ജമൽ അത് ഉദ്ധരിക്കുന്നുണ്ട്. അങ്ങനെ നിരവധി കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഈ വിഷയം സുവ്യക്തമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൽ മുസ്ലിങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ഇസ്ലാമിൻ്റെ നിയമമാണത്. യുക്തിവാദികളോ അർദ്ധയുക്തിവാദികളോ മതയുക്തിവാദികളോ പരിഹസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പറയാതിരിക്കാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല, കഴിയുകയില്ല, പറഞ്ഞിരിക്കും. ഇസ്ലാമിൻ്റെ നിയമം എവിടെയും പറയാനുള്ളതും കാലിക പ്രസക്തവും നടപ്പിലാക്കാനുള്ളതുമായിട്ടുള്ള നിയമമാണ്. അതിലാർക്കാ സംശയം? അങ്ങനെ അതിൽ അവിശ്വസിക്കുന്നവൻ, തരിമ്പും അവിശ്വസിക്കുന്നവൻ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് തെറിച്ചു പോയിരിക്കുന്നു, യാതൊരു സംശയവുമില്ല. ഇനി നിങ്ങൾ നോക്കൂ, ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം ഇവന് ഖുർആനും ഹദീസും ഇസ്ലാമിൻ്റെ ബാലപാഠങ്ങൾ ഒന്നും തിരിയില്ല എന്ന് അവൻ പറഞ്ഞിരിക്കുകയാണ്. നോക്കൂ, നമുക്ക് എല്ലാവർക്കും അറിയാം, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹുൽ ബുഖാരിയും മുസ്ലിമും ഇബ്നു മാജ അടക്കമുള്ള സിഹാസുത്ത് അടക്കമുള്ള സകല ഗ്രന്ഥങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ്. മെസ്സഞ്ചർ ഓഫ് അല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സെഡ്, റസൂലുള്ളാഹി പഠിപ്പിച്ചു. എന്താ പഠിപ്പിച്ചത്? നൺ ഓഫ് യു ട്രൂലി ബിലീവ്സ്, നിങ്ങൾ ആരും യഥാർത്ഥ വിശ്വാസികളാവുകയില്ല അണ്ടിൽ ഐ ആം മോർ ബിലൗഡ് ടു ഹിം ദാൻ ഹിസ് ചൈൽഡ്, ഹിസ് ഫാദർ ആൻഡ് ഓൾ ദ പീപ്പിൾ. നിങ്ങളുടെ മാതാപിതാക്കളോ ഭാര്യ സന്താനങ്ങൾ സകലരും എന്നേക്കാൾ അല്ലെങ്കിൽ അവരെക്കാൾ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടുന്നവരെ, അഥവാ മുത്ത് റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുന്നതുവരെ നിങ്ങൾ ആരും മുസ്ലിങ്ങളാവുകയില്ല. അപ്പോൾ നമ്മുടെ മാതാപിതാക്കളെക്കാൾ, നമ്മുടെ ബന്ധുമിത്രാദികളെക്കാൾ, ഭാര്യയേക്കാൾ, മക്കളെക്കാൾ നമ്മൾ ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? മുത്ത് റസൂലുള്ളാഹിനെയാണ് ആയിരിക്കണം, അല്ലെങ്കിൽ അവൻ മുഅ്മിനല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അനിൽ മേനോനെ, വായിച്ചു നോക്കടോ ഹദീസ്. മുഅ്മിനല്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഇതേ ആശയം മറ്റൊരു ആയത്തിൽ സൂറത്ത് തൗബയിൽ 24-ാമത്തെ സൂക്തമാണ്. അവിടെയും നമുക്ക് കാണാം. കണ്ടോ, കുൽ ഇൻ കാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅസ്വാജുക്കും വഅശീറത്തുക്കും വഅംവാലും തർഫുമുഹാ വതിജാറത്തുൻ തഖ്ശൗന വകസാദസഹാ വമസാകിനു തർലൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി വല്ലാഹു ലാ യഹ്ദി ഖൗമൽ ഫാസിഖീൻ. അനിൽ മേനോൻ അടക്കമുള്ള കാഫിർ ഫാസിഖീങ്ങളോടാണ് അല്ലാഹു താക്കീത് നൽകുന്നത്.
നോക്കിയിട്ട് നോക്ക്, തഫ്സീർ ഇബ്നു കസീർ എടുത്ത് നോക്ക്. അനിൽ മേനോനെ, തഫ്സീർ ഇബ്നു കസീർ എന്താ പറയുന്നത്? അള്ളാഹ് കമാൻഡഡ് ഹിസ് മെസ്സഞ്ചർ ടു വാൺ ദോസ്. അള്ളാഹു മുത്ത് റസൂലുള്ളാഹിനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? അവരെ അങ്ങ് താക്കീത് കൊടുക്കൂ നബിയെ. ആരെ താക്കീത് കൊടുക്കുന്നു? ഹൂ പ്രിഫർ ദർ ഫാമിലി, നമ്മുടെ കുടുംബത്തെ അള്ളാഹുവിൻ്റെ റസൂലിനേക്കാൾ പ്രാമുഖ്യം കൊടുക്കുന്നവർ, അവരുടെ റിലേറ്റീവ്സ്, ബന്ധുമിത്രാദികൾക്ക്, മക്കൾക്ക്, ഗോത്രത്തിന്, രാഷ്ട്രീയത്തിനൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിനേക്കാൾ സ്ഥാനം കൊടുക്കുന്നവരോട് അങ്ങ് താക്കീത് നൽകൂ നബിയേ. എന്താണ് താക്കീത്? അതാണ് ഖുർആനി ആയത്ത്, കുൽ ഇൻ കാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅസ്വാജുക്കും എന്ന് പറയുന്ന ആയത്ത്. എന്താണ്? സേഫ് യുവർ ഫാദേഴ്സ്, യുവർ സൺസ്, യുവർ ബ്രദേഴ്സ്, യുവർ വൈഫ്സ്, യുവർ കൈൻഡ്രഡ്, ഐ മീൻ നിങ്ങളുടെ ബന്ധുമിത്രാദികൾ, ദ വെൽത്ത് ദാറ്റ് യു ഹാവ് ഗെയിൻഡ്, നിങ്ങളുടെ സ്വത്തുവകകൾ, അമാസ്ഡ് ആൻഡ് കളക്റ്റഡ്, അതുപോലെ ദ കൊമേഴ്സ് ഇൻ വിച്ച് യു ഫിയർ എ ഡിക്ലൈൻ ആൻഡ് ദ ഡ്വെല്ലിങ്സ് ഇൻ വിച്ച് യു ഡിലൈറ്റ്, നിങ്ങളുടെ മറ്റ് സ്വത്തുവകകളൊക്കെ നശിച്ചു പോകുമെന്നൊക്കെ നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ മറ്റു സ്വത്തുവകകളൊക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് മുത്ത് റസൂലുള്ളാഹിനേക്കാൾ പ്രിയപ്പെട്ടതായാൽ, if all these things ahabba ilaykum min Allahi wa rasulihi wa jihadin fi sabilihi fatarabbasu are dearer to you than Allah and his messenger and striving hard and fighting in his cause, then wait. അങ്ങനെയാണെങ്കിൽ ഫതറബ്ബസു, നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. എന്താണ് കാത്തിരുന്നു കൊള്ളേണ്ടത്? അത് അള്ളാഹ് പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ ശക്തമായ ശിക്ഷ. ഫോർ വാട്ട് വിൽ ബിഫോൾ യു ഓഫ് അള്ളാഹ്സ് പണിഷ്മെന്റ് ആൻഡ് ടോർമെന്റ്. അള്ളാഹുവിൻ്റെ ശക്തമായ ശിക്ഷ, അവൻ്റെ പണിഷ്മെന്റ്, അവൻ്റെ ടോർമെന്റ്, ആ പീഡാനുഭവങ്ങൾ വരാൻ കാത്തിരുന്നുകൊള്ളുക എന്ന ശക്തമായ താക്കീത് അള്ളാഹു നൽകിയത് ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നതാണ് ഞാൻ നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അനിൽ മേനോൻ അടക്കമുള്ള ഇസ്ലാമിനെതിരെ വില്ലുകുലക്കുന്ന കാഫറുകളോട്, അവിശ്വാസികളോട് നമുക്ക് പറയാനുള്ളത്, അവസാനമായിട്ടും ആദ്യമായിട്ടും പറയാനുള്ളത്, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹും റസൂലുമാണ്. അവർ കഴിഞ്ഞിട്ടേ മറ്റെന്തുമുള്ളൂ. അള്ളാഹും റസൂലും, വിശിഷ്യ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടുത്തേക്ക് മുന്നിൽ നമുക്ക് ഈ ദുനിയാവിലെ ഒന്നുമില്ല. അവിടുന്ന് കഴിഞ്ഞിട്ടേ ബാക്കി എന്തുമുള്ളൂ. അത് നമുക്കറിയാലോ. ഉമർ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടൊരു സംഭവം അതിൽ പറയുന്നുണ്ട് ഇബ്നു കസീർ. എന്താണ്? ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്താ പറഞ്ഞത്? ഓ അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അങ്ങ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. യു ആർ ഡിയറർ ടു മീ ദാൻ എവറിത്തിങ് എക്സെപ്റ്റ് ഫോർ മൈസെൽഫ്. ഞാൻ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം മുത്തുനബി അങ്ങനെയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിമ്മൻ നഫ്സിഹി. None among you will attain faith until I become dearer to him than even himself. എൻ്റെ ഈ ശരീരത്തെക്കാളും മറ്റെന്തിനേക്കാളും ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് മുത്ത് റസൂലുള്ളാഹിനെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുവരെ ആരും മുസ്ലിം ആവുകയില്ല എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പ്രതിവചിച്ചു. എന്താ പ്രതിവചിച്ച? മുത്തുനബിയെ, ഞാൻ അങ്ങയെയാണ് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത്, അള്ളാഹുവാണേ സത്യം. അപ്പോൾ മുത്ത് റസൂലുള്ളാഹി പറഞ്ഞു, അൽ ആന യാ ഉമർ, ഇപ്പോൾ നീ മുഅ്മിനാണ് ഉമറേ റളിയല്ലാഹു അൻഹു എന്ന് അവിടുന്ന് പ്രതിവചിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതാണ് ആ വിഷയത്തിൽ മുസ്ലിങ്ങളുടെ, അതുപോലെ ഇസ്ലാമിൻ്റെ നിലപാട്. ആ നിലപാടിൽ ഒരു വെള്ളം ചേർക്കാനും ഒരു ഇഞ്ച് പുറകോട്ട് പോകാനും മുസ്ലിങ്ങൾ തയ്യാറാവുകയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം മുത്ത് റസൂലുള്ളാഹിയുടെ ഹുബ്ബാണ് വലുത്. ഈ ദുനിയാവിലെ നൈമിഷികമായിട്ടുള്ള ബിലോങ്ങിങ്സ്, ഭാര്യ, മക്കൾ, സന്താനങ്ങൾ, കുടുംബം, മാതാപിതാക്കൾ, ഇതൊന്നുമല്ല ഒരു മുസ്ലിമെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മറിച്ച് അള്ളാഹുവിൻ്റെ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കാണാം, അല്ലേ? മഹാനായ അബൂ ഉബൈദുൽ ജറാഹ് റളിയല്ലാഹു അൻഹു മുത്ത് റസൂലുള്ളാഹിയോടുള്ള ഹുബ്ബ്, പ്രണയം കൊണ്ട് സ്വന്തം പിതാവിനെ വരെ വധിച്ചു കളഞ്ഞ മഹാനാണ്. നമുക്കറിയാം ആ ചരിത്രം. അത്രയും വലിയ ഗാഢമായ, അളക്കാൻ കഴിയാത്ത, ഗേജ്ലെസ് ആയിട്ടുള്ള ഇഴയടുപ്പമാണ് മുത്ത് റസൂലുള്ളാഹിയുമായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുഅ്മിൻ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.